നമസ്കാരം. ഞാനിപ്പോൾ ജിഹാദിയാണ്. എന്നെ അവഹേളിക്കുന്ന ജിഹാദി എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ജിഹാദി എന്നുള്ളൊരു അർത്ഥം എത്ര നല്ലതാണ്. ഒരു നല്ല ജിഹാദി അവനെ ഞാൻ കൊതിക്കുന്നത് വാസ്തവത്തിൽ. അതിനാണ് ഞാൻ ആശ്രമത്തിൽ പോയത്. കാഫിർ എന്ന് പറഞ്ഞാൽ കുഫർ എന്ന് പറഞ്ഞാൽ വാക്യം ഉണ്ടായതാണ്. കുഫർ അറിയാവുന്ന കാര്യത്തെ മൂടി വയ്ക്കുക, ഏറ്റുവാങ്ങാതിരിക്കുക, അതാണ് കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മുസൽമാനും ഇസ്ലാം എന്താണെന്ന് അറിയുന്ന ഒരാളും എന്നെ കാഫിർ എന്ന് വിളിക്കില്ല, വിളിച്ചിട്ടുമില്ല. എന്നെ സഹോദരനാ വിളിച്ചിട്ടുള്ളൂ, റഫീഖ്. അത് അഭിതിരുമേനി അങ്ങനെ തന്നെയാണ്. മുസ്ലിങ്ങളായവരെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് ജൂതന്മാർ സുഹൃത്തുക്കളുണ്ടായിരുന്നല്ലോ. നേഗസ്, അബിസീനിയയിലെ നേഗസ്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം നല്ലവനാന്ന് പറഞ്ഞിട്ടല്ലേ അവരെ ആൾക്കാരെ അങ്ങോട്ട് അയച്ചത്. നേഗസ് സുഹൃത്തായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, നമ്മൾ തമ്മിൽ അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, നിനക്ക് നിൻ്റെ മതം പാടില്ല എന്ന് മുസ്ലിം പറഞ്ഞിട്ടില്ല, ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഞാൻ സനാതനധർമ്മത്തിൻ്റെ വക്താവായിട്ടാണ് നിലകൊള്ളുന്നത്. സനാതനധർമ്മത്തിൻ്റെ വക്താവായിട്ട് നിലകൊള്ളുന്ന സമയത്ത് ഇസ്ലാമിലേക്കുള്ള ദൂരം 7 കടലല്ല, അതിൻ്റെ നടുവിൽ 7 കടലില്ല. ഒരു വര വരച്ചാൽ ഇപ്പുറത്ത് സനാതനധർമ്മം, അപ്പുറത്ത് ഇസ്ലാം, ഏകദേവതാരാധന. ഈ കാണുന്നതും കേൾക്കുന്ന അനുഭവിക്കാൻ കഴിയുന്ന സകല പ്രപഞ്ചവും പ്രപഞ്ചനാഥൻ്റേത്. ശ്രീനാരായണ ഗുരു എഴുതി. അത് തന്നെയാണ് ഖുറാനിൽ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം കാണാൻ കഴിയുക. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അഭിന്ന നിമിത്ത ഉപാദാന കാരണം എന്ന് പറയുന്ന വേദാന്തത്തിൻ്റെ അങ്ങേയറ്റം. അതാണ് ഹീറാ ഗുഹയിൽ വെച്ച് അക്കാഡമിക് ക്ലാസ്സുകളിലൊന്നും പങ്കെടുക്കാതെ എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി ഉള്ളിൽ ആ പ്രകാശം പൊട്ടിവിടർന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ അറിവുകൾ, സത്യസന്ധമായിട്ടുള്ള അറിവുകൾ, ആ സത്യസന്ധമായിട്ടുള്ള അറിവുകൾ മനസാ വചസാ കർമ്മണ ആ പാതയിലൂടെ മുന്നോട്ട് പോകുന്നവനാരോ അവനാണ് ജിഹാദി. മനസ്സിലൊന്നും വാക്കിൽ മറ്റൊന്നും പ്രവൃത്തിയിൽ വേറൊന്നും വയ്ക്കുന്നവനല്ല ജിഹാദി. ഞാൻ എൻ്റെ ഗുരുകാരണവന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ബ്രഹ്മസത്യം ജഗന്മിഥ്യ, സത്യം ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ, പലതുകളില്ല, ഏകം സത്, വിപ്രാ ബഹുധാ വദന്തി, വിപ്രാഹ ബഹുധാ വദന്തി. അറിവാളികൾ പല രൂപത്തിൽ പോത്തിനെ ആരാധിക്കണം. എന്നാൽ പോത്തിനെ ആരാധിച്ചോ. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷേ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. ആൾക്കാർക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കാത്ത രീതിയിൽ ഹിന്ദു ആചാര്യന്മാർ പറഞ്ഞു സത്യം ഒന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് പെട്ടെന്ന് അറിയാൻ കഴിയാത്ത ആൾക്ക് നീ പാമ്പിനെ ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഒന്ന് ആരാധിച്ചോ. നീ ചേമ്പിനെ ആരാധിച്ചോ, നീ പുല്ലിനെ ആരാധിച്ചോ, നീ പുഴുവിനെ ആരാധിച്ചോ. മനസ്സ് ശുദ്ധമാക്ക്, ബാക്കിയെല്ലാം അവിടെ തെളിഞ്ഞു വരും എന്നാണ് ഇതിനാചാര്യന്മാർ പറഞ്ഞത്. ആ സത്യത്തിൻ്റെ പുറയിൽ പോകുന്ന, ഇന്നും അതിൻ്റെ പുറയിൽ തന്നെ പോകുന്ന, ഇന്നും അത് ഉറപ്പിച്ച് കയ്യിൽ നിർത്തുന്ന, അത് തന്നെയാണ് ഇസ്ലാം എന്നറിഞ്ഞപ്പോൾ അതിനെയും സ്നേഹിച്ച് ഞാൻ ജിഹാദിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് 1000 വട്ടം ആണാണ് ഞാൻ, ജിഹാദിയാണ് ഞാൻ. ഇപ്പോൾ ജിഹാദികളെ പുതുതായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ. ഏതെങ്കിലും ഒരു പശു വഴി കൂടെ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും പോസ്റ്റ് കടിച്ചു കീറി, അതേതെങ്കിലും മോഡിയുടെ ഫോട്ടോ ഉള്ള പോസ്റ്റ് അടി പറയുമ്പോൾ ആ പശു ജിഹാദി എന്ന് പറയും ഇവർ, അല്ലെങ്കിൽ ആ കാള ജിഹാദിയാണെന്ന് പറയും ഇവർ. ഭ്രാന്താണ് ഇവർക്ക്. ഇവിടെ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നില്ലേ, മൊറാർജി ദേശായി ഉണ്ടായിരുന്നില്ലേ, ചരൺ സിംഗ് ഉണ്ടായിരുന്നില്ലേ, BP സിംഗ് ഇവരൊക്കെ വെല്ലുവിളിച്ചിട്ട് ഇവിടെ അധികാരത്തിൽ കയറിയില്ലേ, നരസിംഹറാവു ഉണ്ടായിരുന്നില്ലേ,
ഇവിടെ എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ലേ? അവരിക്കും പിടിച്ചുകൊണ്ട് ജയിലിലിടായിരുന്നു ചെയ്തിരുന്നത്. ഇന്ദിരാഗാന്ധി മാത്രമാണ് ഒരു തെറ്റ് ചെയ്തത് അടിയന്തരാവസ്ഥ കാലത്ത്. അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ ആത്മകഥയിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന്, മിസ്റ്റേക്ക് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്ന് പുറകിൽ നിൽക്കുന്ന ആൾക്കാരേക്കും പറഞ്ഞു അത് അവരുടെ ജീവിതത്തിലെ കറുത്തൊരു അധ്യായം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഇത് തന്നെയാണ് പരിപാടി മുഴുവൻ. ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് ഇത് കോലിട്ട് അളക്കുക. ലക്ഷദ്വീപിൽ പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു ബീഫ് ഇവിടെ തിന്നാൻ പാടില്ല. വല്ല ആവശ്യമുണ്ടെന്ന് ആലോചിച്ചു. കൊറോണയുടെ പ്രശ്നം ഇവിടെ നടക്കുമ്പോഴാണ് അവിടെ പോയിട്ട് കോലിട്ട് അളക്കുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യം, പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ ജിഹാദികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. പുതിയ ജിഹാദിയാണ് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ. ഈ ക്രിസ്ത്യൻ സഭയിൽ പൊതുവെ പറയുകയാണെങ്കിൽ കന്യാസ്ത്രീകൾ അവിടെ രണ്ടാം തരക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ പലരും ഒന്നും അൺഫോൾഡ് ചെയ്യുന്നില്ല, എക്സ്പോസ്ഡ് ആക്കുന്നില്ല. കാരണം ഭയമാണ്. രണ്ടാമത് അസ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യം കാണുകയാണ്. അമേരിക്കയിൽ എബ്രഹാം ലിങ്കൻ അടിമകളെ സ്വതന്ത്രരാക്കി. പക്ഷെ അടിമകൾ തങ്ങളുടെ യജമാനോട് പറഞ്ഞതെന്താണെന്നറിയാമോ? ഞങ്ങൾ പോകില്ല. പക്ഷെ അവിടെ നിർത്താൻ പാടില്ല, നിർത്തി അവരെ ജയിലിലിടും. ഞങ്ങൾ പോകില്ല. കാലിൻ്റെ ചങ്ങല തേയുന്ന സമയത്ത് അടിമ ഉടമയോട് പറയത്രേ, തമ്പ്രാ എൻ്റെ കാലിൻ്റെ അടിയിൽ ചങ്ങല തേഞ്ഞു പോയി തുടങ്ങി, നല്ലൊരു ചങ്ങല വാങ്ങിച്ചു തരുമെന്ന്. അപ്പോൾ അസ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യം കാണുന്നാൽ രസിക്കുന്ന ആൾക്കാരുണ്ട്, അവരും പുറത്തേക്ക് വരില്ല, പറയില്ലൊന്നും. ഇവിടെ കന്യാസ്ത്രീകളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും പലരും പല സമയത്തും ഈ ഒരു കെട്ട് പൊട്ടിച്ചിട്ടുണ്ട്. സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ കെട്ട് അവർ പൊട്ടിക്കുന്നുണ്ട്. കെട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവരുടെ കെട്ട്, പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ കെട്ട് ആ സഭ പൊട്ടിക്കും. സഭയിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുകയും അതിന് കഴിയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അവർ പലപ്പോഴും പരലോകത്തെ സ്വാതന്ത്ര്യം കാക്ഷിച്ച്, നമ്മൾ കാണാറുണ്ട് കിണറ്റിൽ കൊണ്ട് പണ്ടാരടക്കം, അത് കെട്ടി തൂക്കി ചാവും. ഇവിടെ ജീവിക്കുന്നേക്കാൾ നല്ലത് ഇങ്ങനൊരു ജീവിതത്തിലേക്ക് ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ പല കോൺഗ്രിഗേഷന് വീട്ടിലെ ഭാഗങ്ങൾ വരെ വാങ്ങിച്ചു കൊണ്ടിരുന്നതാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തു പോകാൻ പറ്റുമോ? അങ്ങനെ വരുന്ന ആൾക്കാർ മതിൽ ചാടി കഴിഞ്ഞാൽ പിന്നെ എന്താ? വഴി ആധാരം, പെരുവഴി ആധാരമായിട്ട് മാറും. അപ്പോൾ പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? കിണറ്റിലിടുന്ന് ചാടും, കെട്ടി തൂങ്ങും. അതിന് ഇതൊന്നും പറ്റാതെ വെച്ച് കഴിഞ്ഞാൽ അച്ഛന്മാരുടെയും കൊച്ചച്ഛന്മാരുടെയും പിതാക്കന്മാരുടെയും മെത്രാന്മാർ, അച്ഛൻ വേറെ കൊച്ചച്ഛൻ വേറെ പിതാവ് വേറെ കേട്ടോ. അച്ഛൻ വേറെ പിതാവ് വേറെ, എന്താണെന്ന് അറിയില്ല സംഭവം. അവരുടെ പീഡനം സഹിക്കുന്നതിൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് സത്യത്തിൽ ഈ മഠത്തിലെ ഭാഗ്യവതികൾ. പ്രതികരിക്കുന്നവർക്ക് ഭ്രാന്താണ്. സിസ്റ്റർ ജസ്മി പ്രതികരിച്ചു. വലിയ ഉദ്യോഗം അവർക്കുണ്ടായിരുന്നു സെൻറ്റ് മേരീസ് കോളേജിൽ. അവർ പെൻഷൻ അവർ ഈ പുറത്താക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ പുറത്ത് വരുന്ന സമയത്ത് 50,000 55,000 ഇടയിൽ ശമ്പളം ഉണ്ടായിരുന്നു. മുഴുവൻ സഭയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് വിശാരദയാണ്. അവർ പറ്റിച്ചു, ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിട്ടു. അങ്ങനെ സിസ്റ്റർ ജസ്മി പ്രതികരിച്ചു. സഭയുടെ അച്ഛൻ പിതാവ് അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ല, പുറത്താക്കി. ആമേൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അവർ. ഇന്നും തൃശ്ശൂർ മാന്യമായിട്ട് ജീവിച്ചിരിക്കുന്നൊരു മെത്രാൻ പിതാവ് അങ്ങനെ ഐ ലവ് യു പ്രേമ ലേഖനം എഴുതിയിട്ട് ഈ ജസ്മിക്ക് അയച്ചു എന്നുള്ള കാര്യം ഈ ആമേൻ പത്രത്തിൽ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ അയാളിപ്പോഴും മെത്രാനാണ് കേട്ടോ, അയാൾ മെത്രാനാണ്. പുരുഷ മേൽക്കോയ്മ തന്നെയാണ് അവിടുത്തെ പ്രശ്നം. പുറത്ത് വന്നു കഴിഞ്ഞാൽ പറയും, എന്താ സിസ്റ്റർ പുറത്തേക്ക് വന്നേ? ഭ്രാന്ത് തലയ്ക്ക് ഭ്രാന്ത്. സിസ്റ്റർ ജസ്മിക്ക് ഭ്രാന്തില്ലല്ലോ, അവർ സിനിമയുടെ പുറകില. അയ്യേ, പള്ളിയിൽ വന്നത് കന്യാസ്ത്രീ മഠത്തിൽ വന്ന് സിനിമ പിടിക്കാൻ വേണ്ടിയിട്ടാണോ?
ഒരു ഗ്രേസും ആർക്കും ഉണ്ടാവാൻ പാടില്ല. അതങ്ങനെ സിസ്റ്റർ ജസ്മിയുടെ കഥ. അവരുടെ കഴിവുകൾ അസൂയയോട് കൂടിയിട്ടാണ് മറ്റുള്ള നോക്കിക്കേണ്ടത്. അതായിരുന്നു അവരെ കഴിവുകളാണ് അവരെ തളർത്തിക്കളഞ്ഞത്. സഭയ്ക്ക് അവർ കഴിവുകളല്ല വേണ്ടത്, കഴിവ് കുറവുകളാണ് വേണ്ടത്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ എന്താ തെറ്റ് ചെയ്തത് നമുക്കറിയില്ല. അവരിത്ര മാത്രമേ ഫ്രാങ്കോ എന്ന് പറയുന്ന തൃശ്ശൂർകാരൻ വീരനാണ്. എന്തിൻ്റെ വീരനാണെന്ന് ഞാൻ പറയുന്നില്ല. ഫ്രാങ്കോ കന്യാസ്ത്രീകളെ, അതിൻ്റെ ആ കഥ ഇതിൽ പറയുന്നില്ല. ഇത് കന്യാസ്ത്രീകൾ സഹിക്കാവുന്നതിലപ്പുറം വന്ന് അവർ പോയിട്ട് സമരം ചെയ്തു വന്നാൽ ലോകത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ഇത്രയും വലിയ ആൾക്കാർ സീസറുടെയും വേഷം ധരിച്ചിട്ട് നടക്കുന്ന ആൾക്കാർ, യേശുക്രിസ്തുവിൻ്റെ വേഷമല്ല, രാജാവിൻ്റെ വേഷമാണ്. മുന്നേ നടക്കുക അവർ സ്ലോ മോഷനിൽ. അവർക്കൊന്നും ഇത് കാണാൻ പറ്റിയില്ല, അവർക്ക് ചോദിക്കാൻ പറ്റിയില്ല. സിസ്റ്റർമാർ, സിസ്റ്റർ അനുപമയെ പോലെയുള്ള പാവങ്ങൾ നടുറോട്ടിൽ വന്നിരുന്ന് അവസാനം ഈ സിസ്റ്റർ ഒന്ന് അവിടെ പോയിട്ട് അവരെ അനുമോദിച്ചു. അല്ലെങ്കിൽ നിങ്ങളൊപ്പം ഞാനിടൊന്ന് പറഞ്ഞതാണ് അത്ര തെറ്റ്. ഫ്രാങ്കോ ചെയ്തതല്ല തെറ്റ്. ഒരുത്തൻ വയനാട്ടിലോ മറ്റൊരു കുട്ടിയെ 16 വയസ്സോ 15 വയസ്സുള്ള കുട്ടിയെ ഗർഭിണിയാക്കി, എന്നിട്ട് അത് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ ആ കഥ. അതും അവിടെ അയാൾ ഇപ്പോൾ ജയിലിലാണെന്ന് അറിയില്ല. അതങ്ങനെ, എൻ്റെ പേരൊന്നും അറിയില്ല അയാളുടെ. ഒരു സ്ത്രീയെ പ്രേമിക്കുക, ഒരു സ്ത്രീയെ ആയിട്ട് പ്രാപിക്കാവുന്ന തെറ്റൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ ഒരു വേഷം ധരിച്ചിട്ട് വേണ്ട, വേഷം അടിച്ചു കളഞ്ഞിട്ട് പോരെ. എല്ലാവർക്കും വികാരങ്ങളുള്ളതാണ്, അതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഒരു അച്ഛനും ഒരു കന്യാസ്ത്രീയും കൂടിയിട്ട് ഒരു കുട്ടിയെ സൃഷ്ടിച്ചു. കുട്ടിയെ അനാഥാലയത്തിലാക്കി. ഇവർക്ക് തെറ്റൊന്നുമില്ല കേട്ടോ. ഇവരെ 2 സഭയിലേക്ക് ആക്കി മാറ്റി, 2 സ്ഥലങ്ങളിലേക്ക് ആക്കി മാറ്റി നടത്താം. അല്ലെങ്കിൽ 2ാമതും 3ാമതും 4ാമതും 5ാമതും ഈ കുട്ടികളുണ്ടായാലോ. അപ്പോഴും ഇവർക്ക് ശിക്ഷയൊന്നുമില്ല. ആൺമേൽക്കോയ്മ. സിസ്റ്റർ സെഫി ഒരു 2 അച്ഛന്മാർ കൂടിയിട്ടാണ് രാത്രി കളി, ഗ്രൂപ്പ് സെക്സ്. അത് കണ്ടുവന്ന അഭയെ മഴുകൊണ്ട് വെട്ടി അതിനെ പണ്ടാരടക്കി, ശവം കൊണ്ട് കെട്ടിലിട്ടു. അത് തെളിഞ്ഞ കേസാണ്. സഭ വിട്ട് കന്യാസ്ത്രീ പുറത്തു വന്നു കഴിഞ്ഞാൽ കന്യാസ്ത്രീകളെ കാർക്കിച്ചു തുപ്പും. കാരണം എന്താണ്? അച്ഛന്മാർ കർത്താവിന് തുല്യനാണ് അവർക്ക് കാണുമ്പോൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നാ പറയുക. അങ്ങനെ ആക്കി വെച്ചു അച്ഛന്മാരെല്ലാവരും കൂടിയിട്ട്. അതുകൊണ്ടാണ് സമൂഹം പോലും ജസ്മിയെ ഭ്രാന്തിയാക്കാൻ നോക്കി, ക്രിസ്ത്യൻ സമൂഹം. അവർ വേഗം മഠത്തിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ മഠത്തിൽ ചങ്ങലക്കിട്ടേനെ വരെ. ഇപ്പോൾ സഭയെ ചോദ്യം ചെയ്യുന്നവർക്കെതിരെ പുതിയൊരു തന്ത്രവുമായിട്ട് വന്നിരിക്കുകയാണ്. ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അധികം പഴയ ശൈലിയാണത്. അതൊന്നും അംഗീകരിക്കുന്ന ആളെ കിട്ടില്ല. ഇപ്പോൾ പുതിയൊരു രീതിയിൽ കൈകാര്യം ചെയ്യാണ്. പഴയ രീതിയിൽ ലൈംഗികമാണ്, ഭ്രാന്താണ്, സിനിമാ ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പിടിച്ച് പുറത്താക്കിയിരുന്നത്. സിസ്റ്റർ ലൂസി കളപ്പുരനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. അവർ അസലായിട്ട് സംസാരിക്കുന്ന സ്ത്രീയാണ് കാര്യങ്ങൾ. അപ്പോൾ പുതിയ യുദ്ധതന്ത്രം, ഒരു പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. സിസ്റ്റർ ജസ്മി ഇസ്ലാമിസ്റ്റുകളുടെ വലയിൽപ്പെട്ടു, ജിഹാദിയായി. ജിഹാദി ലൂസി താമസിയാതെ സിറിയയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ചില ബിനാമി ചാനലുകളുണ്ട്. അതിലൊന്നാണ് മറുകാടൻ അരപ്പാളി. അവനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സഭയുടെ വൃത്തികേട് ചൂണ്ടിക്കാണിച്ചാൽ ഉടൻ ഇസ്ലാമിസ്റ്റിൻ്റെ വലയിൽപ്പെട്ടു, അത്രയേ ഉള്ളൂ എന്ന് പറയും. ജിഹാദിയാണെന്ന് പറയും. വേറൊന്നും പറയാനില്ല അവർക്ക്. ഇപ്പോൾ കിട്ടിയ പുതിയ തന്ത്രമാണ് ഇസ്ലാമിസ്റ്റ് ലിങ്ക്. ആൻറ്റി BJP, ആൻറ്റി മോഡി ആളുകളെ മുഴുവൻ ഇപ്പോൾ ജിഹാദികളാക്കും അവർ. എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ പ്രോഗ്രാം സ്പോൺസേഡ് ആണോ സ്വാമി? അറിയാണ്ട് അയാൾ നല്ല ആളാണ്. പറഞ്ഞു സ്പോൺസേഡാണ്. 1 കോടി രൂപ എനിക്ക് തന്നിട്ടുണ്ട്. മക്കയിൽ നിന്ന് കൊടുത്തയല്ലേ, മറ്റേ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് കൊടുത്തയച്ചിരിക്കുകയാണേ 1 കോടി രൂപ. അപ്പോഴിതൊരു എണ്ണി തീർന്നിട്ടില്ല. എണ്ണുള്ള യന്ത്രം തന്നില്ലടോ. ഇത് വലിയ ഷൊല്ലയായി. ഇത് കൈമ കണ്ടോ? കൈമ തൊലി പോയി. ഇങ്ങനെ എണ്ണി തൊലി പോയി.
സിസ്റ്റർ ലൂസിയെ പുറത്ത് ചാടിക്കാൻ ഉള്ള ആ ശ്രമത്തിന് പ്രധാനപ്പെട്ട കാരണം തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് സഭയ്ക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അത് ഊരിയിട്ട് വല്ല പാൻറ്റോ ബർമുടിയിട്ടാൽ അവർക്ക് പ്രശ്നമില്ല. ഇത് പറയുമ്പോൾ വെറുതെ അല്ലോ പറഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന തരികടകൾ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ പറയുമ്പോൾ ഇവർക്ക് പൊള്ളുന്നുണ്ട്. അതാണ് സംഭവം. അതുകൊണ്ട് തന്നെ അവസാനത്തെ പുതിയ പ്രയോഗമാണ് ജിഹാദി. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ ജിഹാദിയാണ്. പള്ളിക്കാരും പട്ടക്കാരും ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ സഭയും സഭയിലുള്ളവരും ഇപ്പം കർത്താവിൻ്റെ കൂടാരത്തിലല്ല പാർപ്പ്. എല്ലാവർക്കും അറിയാൻ കാര്യം. ശൈത്താൻ്റെ കൂടാരത്തിലാണെങ്കിൽ യൂദാസ് ഉണ്ടാക്കിയ കൂടാരത്തിൽ അവ താമസിക്കുന്നത്. ഇതിനെന്തിനാ ഇസ്ലാമിനെ കുറ്റം പറയുന്നത്? സിസ്റ്റർ ലൂസി ഇസ്ലാമിന് മുസ്ലിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? നിങ്ങളുടെ രോഗം കുഷ്ഠമാണ്. അത് നിങ്ങൾ അതിൻ്റെ മേലെ കുട്ടിക്കൂറ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ മാറില്ല. ഇന്ന് പള്ളിക്കകത്തും പള്ളിക്കാരും പട്ടക്കാരും അൽമായന്മാരെല്ലാവരും കൂട്ടുചേർന്നുകൊണ്ട് അതിന് കുഷ്ഠരോഗി ആ ഒരു ക്രിസ്ത്യൻ സഭ എന്ന് പറയുന്ന ആ വബൂസിനെ കുഷ്ഠരോഗിയാക്കി മാറ്റിയിരിക്കുകയാണ് അവിടെ. അതിൻ്റെ മേലെ ഇപ്പോൾ കുട്ടിക്കോറ പൗഡർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നാറ്റം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ ഒരു ജസ്മിയെ പുറത്താക്കി, ഒരബയെ കൊന്നു. ഇപ്പം നിങ്ങൾ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെതിരെ നിങ്ങൾ ആയുധമോങ്ങുകയാണ്. എന്നാൽ അവരെ പിടിച്ച് പുറത്താക്കാനല്ല, അവർ തല്ലിക്കൊല്ലെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ജസ്മി പോയാൽ 100 ജസ്മി വരും. ഒരു അഭയ പോയാൽ 1000 അഭയമാർ വരും. ഒരു സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ പോയാൽ 1,00,000 ലൂസി കളപ്പുരയ്ക്കലേക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ ഇസ്ലാമോഫോബിയ വെച്ചിട്ട് ജിഹാദിയാണെന്നും പറഞ്ഞു പടുത്തിയിട്ടൊന്നും നിങ്ങളുടെ രോഗം മാറാൻ പോണില്ല. നിങ്ങളുടെ രോഗം നിങ്ങളായിട്ട് തന്നെ അത് ഡയഗ്നൈസ് ചെയ്ത് ഇന്ന രോഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് സമൂലം തുടച്ചു മാറ്റണം. അപദ്രവ്യങ്ങൾ മാറ്റിയിട്ട് ശമന ചികിത്സ നിങ്ങൾ നടത്തിയേ മതിയാകൂ. എന്നാലേ നിങ്ങൾ നേരെയാവുള്ളൂ. പുതിയ ജിഹാദിയെ സൃഷ്ടിച്ചിരിക്കുകയാണ് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെ. അതൊരു തന്ത്രം, ഒരിക്കലും വിജയിക്കാത്ത മധുരമനോഹരമായിട്ടുള്ള തന്ത്രം. നമസ്കാരം.